നവകേരള യാത്ര കൊണ്ട് കേരളം എന്ത് നേടിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ചോരയാണ് നവകേരള യാത്രയുടെ ബാക്കിപത്രം. ആളുകളെ തല്ലാനും കൊല്ലാനും ഇറങ്ങുന്ന കൊട്ടേഷൻ സംഘത്തിന് പിണറായി വിജയൻ നൽകിയ പേര് ജീവൻ രക്ഷാ സേന എന്നാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ 24 പറഞ്ഞപ്പോൾ പരിഹസിച്ചു. നവകേരള സദസ്സ് സമാപിക്കാൻ പോവാണ്. തിരുവനന്തപുരത്താണ് സമാപനം. അപ്പോൾ നവകേരളം എന്ന് പറഞ്ഞ വലിയ ആശയമായിട്ടാണ് മന്ത്രിമാരൊക്കെ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടത്. അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ ഈ ഉദ്ദേശമൊക്കെ നടന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഈ ആഡംബര വാഹനങ്ങളുടെ വ്യൂഹം കാലിലൂടെ കയറി ആ ചെറുപ്പക്കാരൻ്റെ കാൽപ്പത്തി പൂർണ്ണമായി തകർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് കയറ്റിയിരിക്കുകയാണ്. നവകേരളത്തിൻ്റെ ബാക്കിപത്രമാണ്. കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി പ്രതിപക്ഷ നേതാവിന് ഒരു സമരത്തിൻ്റെ പേരിൽ PDPP വകുപ്പ് പ്രകാരം കേസ് ചുമത്തി അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കുന്ന സാഹചര്യം നവകേരള സദസ്സിൻ്റെ ബാക്കിപത്രമാണ്. ഹിറ്റ്ലറേക്കാൾ വലിയ ഏകാധിപതിയായ പിണറായി വിജയൻ, അതിനേക്കാൾ വലിയ കഠോര ഹൃദയനായ പിണറായി വിജയൻ ആളുകളെ തല്ലാനും കൊല്ലാനും ഇറങ്ങുന്ന കൊട്ടേഷൻ സംഘത്തിന് കൊടുത്തിരിക്കുന്ന പേര് ജീവൻ രക്ഷാ സേന എന്നാണ്. ഞങ്ങളും ഒരു ക്യാമ്പയിനുമായിട്ട് പോവുകയാണ്. ഈ നവകേരളം കൊണ്ട് കേരളം എന്ത് നേടി? അപ്പോൾ ഒരു വശത്ത് മൃഷ്ടാന്ന ഭോജനം കഴിക്കുന്ന മുഖ്യമന്ത്രി നാട്ടുകാരുടെ ചിലവിൽ, മറുവശത്ത് സ്വന്തം അധ്വാനത്തിൻ്റെ നികുതി വിഹിതം ഈ സർക്കാരിന് കൊടുത്തിട്ട് പോലും അവശ്യ സാധനങ്ങൾ ലഭ്യമാകാത്ത സാധാരണ ജനങ്ങൾ. ഇതൊക്കെയാണ് നവകേരളത്തിൻ്റെ ബാക്കിയായിട്ട്. ഇതാണ് നവകേരളം, ഇതാണ് പിണറായി വിജയൻ്റെ കേരളം എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ യാത്ര കൊണ്ട് കഴിഞ്ഞു.